കോവളത്തിലെ LDF സ്ഥാനാർത്ഥി ഭഗത് റൂഫസ് പ്രചരണത്തിൻ്റെയൊക്കെ തിരക്കിലാണ്. ആ തിരക്കുകൾക്കിടയിലും അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണം? ആളുകൾക്കിടയിൽ നിന്നുള്ളൊരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നേരിട്ട് അനുഭവിച്ചതല്ലേ, നമ്മുടെ അത്രയും ആവേശകരമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഇത്തവണ കേരളം മുന്നോട്ട് പോകുമ്പോൾ കോവളവും ഒപ്പമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നപ്പോൾ കോവളം മാത്രമായിരുന്നു UDF-നോടൊപ്പം നിന്നത്. അപ്പോൾ ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാണല്ലോ പറഞ്ഞത്, നമ്മുടെ LDF എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടെയാണ്. നമ്മുടെ സർക്കാർ പദ്ധതികളല്ലാതെ മറ്റ് ഇവിടുത്തെ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി പോലും ഈ മണ്ഡലത്തിൽ നടന്നിട്ടില്ല. നമ്മുടെ തീരദേശ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്മമാർക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല. KSRTC ഡിപ്പോയുടെ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിയമസഭയിൽ തന്നെ പരാമർശിച്ചൊരു കാര്യമാണ്. നമ്മുടെ വെള്ളായണി കായൽ നടക്കുന്ന പദ്ധതി 96 കോടി രൂപയുടെ പദ്ധതി, നമ്മുടെ മേൽപ്പാലം കാക്കാമുല മേൽപ്പാലം 32 കോടിയോളം വരുന്ന പദ്ധതി, അതുപോലെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി, ഇതെല്ലാം സാധ്യമാക്കിയത് സർക്കാർ പദ്ധതിയുടെ നേതൃത്വത്തിലാണ്. നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഹൈമാസ്ക് ലൈറ്റ് അല്ലാതെ ഒരു പ്രവർത്തനം പോലും ഇതുവരെ വന്നിട്ടില്ല. ഈ സർക്കാർ ഉയർത്തിക്കാണിക്കുന്ന ഒരു വികസന പദ്ധതിയാണ് വിഴിഞ്ഞം. ഇപ്പോൾ UDF-ൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് അത് UDF സർക്കാരാണ് കൊണ്ടുവന്നത്. കരാറ് വരെ UDF സർക്കാർ അത് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു പദ്ധതി തന്നെ ചിലപ്പോൾ നടപ്പാക്കാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ സമരപ്പന്തലിൽ അത് വരാതിരിക്കാൻ വേണ്ടി മുൻപിൽ നിന്ന് മുദ്രാവാക്യം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ ജനപ്രതിനിധി. അത് നമുക്ക് മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതമുണ്ട്. ഏത് സർക്കാരാണ് ഇത് പിന്തുണച്ചതെന്നും ഏത് ഫണ്ടിൽ നിന്നാണ് വന്നതെന്നും എല്ലാവർക്കും അറിയാം. ഈ കോവളം എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു ടൂറിസം കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുന്നത് അവിടുത്തെ ഒരു ശുചിത്വവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നവും അതുപോലെ തന്നെ ഈ തീരദേശവാസികളുടെ കുടിവെള്ള പ്രശ്നവുമാണ്. അത്തരത്തിലുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? അതെ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോവളം ഇത്രയും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. എന്നാൽ ആ കോവളം ജംഗ്ഷനിൽ നിന്ന് ഇരുവശത്തേക്ക് താഴോട്ട് നമുക്ക് വരുമ്പോൾ ഇതുവരെയും ഫുട്പാത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന രീതിയിലും ഒരു സാധാരണക്കാരനെന്ന രീതിയിലും അന്ന് കേസ് നൽകിയത്. ഇനി നമ്മുടെ പൂവാർ ബാക്ക് വാട്ടർ നമുക്കറിയാം. നമ്മുടെ ഇവിടെയുള്ള ഏക ശുദ്ധജല തടാകമായ നമ്മുടെ വെള്ളായണി കായലറിയാം. ഇവിടെ എല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ളതാണ്. ഇനി കോവളം പ്രദേശത്ത് ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഡയറക്റ്റ് കടലിലേക്ക് വിടുന്നൊരു രീതി നമുക്ക് കാണാൻ കഴിയും. ഈ പറയുന്ന തീരദേശ മേഖലയിലെ പാവപ്പെട്ട അമ്മമാർക്ക് ഇതുവരെയും ഈ പറയുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഒരു പദ്ധതിക്ക് പോലും നേതൃത്വം നൽകാൻ ഇവിടുത്തെ നിലവിലെ ജനപ്രതിനിധിക്ക് ആയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ജലജീവൻ പദ്ധതി വഴിയും മറ്റ് പദ്ധതികൾ നടപ്പിലാകുന്നു എന്നല്ലാതെ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടില്ല. ഈ പ്രധാനമായിട്ടും ഈ MLA പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോവളത്തിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ വെള്ളായണി കായൽ, നമ്മുടെ തീരദേശം, നമ്മുടെ വയലേലകൾ, നമ്മുടെ തലക്കുളങ്ങൾ, ഇത്രയും റിസോഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു മണ്ഡലം ഇനി ഈ കേരളത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. പിന്നെ സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയത് ഒരുപക്ഷെ നമ്മുടെ കോവളത്താണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്? തീർച്ചയായിട്ടും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോവളം മണ്ഡലം പിടിക്കാൻ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഭഗത് റൂഫസ് ഇറങ്ങിയിരിക്കുന്നത്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.